Hello, welcome to another lecture in moving loads and influence lines. In the last lecture, we learned what are moving loads and influence line diagrams. Today, we are going to learn something very new and something very interesting. We are going to learn how to determine the influence line diagrams for a simply supported beam. Okay, so let me revise there what we learned in what we learned about influence line diagram. അപ്പം ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ സ്ട്രക്ചറിൽ ലോഡ് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 1 കിലോ ന്യൂട്ടൺ എന്നുള്ള ഒരു യൂണിറ്റ് ലോഡ് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസിന് വരുന്ന വേരിയേഷനെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഡെപ്പിക്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹിയർ എ ടു ബി. അപ്പം ഞാൻ എന്ന വ്യക്തി ഈ എ തൊട്ട് ബി വരെ ഇങ്ങനെ നടക്കുമെന്ന് വെച്ചു. എന്റെ വെയിറ്റ് 1 കിലോ ന്യൂട്ടൺ ആണെന്ന് അസ്യൂം ചെയ്യാം. ഞാനിങ്ങനെ എ തൊട്ട് ബി വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ പൊസിഷൻ മാറുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ സ്ട്രക്ചറിന്റെ റെസ്പോൺസിന് വ്യത്യാസം വരും. ഓരോ പൊസിഷനിൽ എത്തുമ്പോൾ ഓരോ റെസ്പോൺസ് ആയിരിക്കും. ആ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ റിയാക്ഷന്റെ എ ആവാം, ബി ആവാം, അല്ലെങ്കിൽ സ്ട്രെസ് ആവാം, സ്ട്രെയിൻ ആവാം, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ആവാം, ബെൻഡിങ് മൊമെന്റ് ആവാം. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ വേരിയേഷനെ ഡെപ്പിക്ട് ചെയ്യുന്ന ഫിഗറിനാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കാണിച്ചിരിക്കുന്നത് ഒരു റാൻഡം ആയിട്ട് ഒരു ഷേപ്പ് ഞാൻ വരച്ചിരിക്കുകയാണ്. ലെറ്റ്സ് സേ ഇറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ ഇൻ ബി. ബിയിലെ സപ്പോർട്ട് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ ILD-യുടെ ഇൻഫറൻസ് എന്താണെന്ന് വെച്ചാൽ 1 കിലോ ന്യൂട്ടൺ ഈ പോയിന്റിൽ എത്തുമ്പോൾ, അതല്ലെങ്കിൽ ഞാൻ നടന്ന ഈ പോയിന്റിൽ എത്തുമ്പോൾ ഈ സ്ട്രക്ചറിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിലെ ബി എന്ന പോയിന്റിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നടന്ന് ഇവിടെയാണ് എത്തുന്നതെങ്കിൽ, എൻ്റെ വെയിറ്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ സ്ട്രക്ചറിന് ഉണ്ടാകുന്ന റിയാക്ഷൻ അറ്റ് ബി എന്ന് പറയുന്നത് ഈ കാണുന്ന ഓർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് റിയാക്ഷൻ അറ്റ് ബിക്ക് മാത്രമല്ല പല പല ക്വാണ്ടിറ്റീസിന് വരയ്ക്കാം. അപ്പോൾ പല പല ഷേപ്പ് ആയിരിക്കും വരുന്നത്. എല്ലാത്തിൻ്റെയും ഇൻഫറൻസ് ഇത് തന്നെയാണ്. ബീമിൽ ഏത് പോയിന്റിൽ നിൽക്കുന്നോ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ILD-യുടെ ഓർഡിനേറ്റ് ആയിരിക്കും ആ പോയിന്റ് അപ്പോഴത്തെ വാല്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 ILD ഡയഗ്രാംസ് ആണ്. ഒന്ന് സപ്പോർട്ട് റിയാക്ഷൻസ്, ബീമിന്റെ രണ്ട് സൈഡിലുള്ള സിംപ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ ഓവർ ഹാങ്ങിങ് ബീം ആണെങ്കിൽ അതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ്, പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഷിയർ ഫോഴ്സ്. ഓക്കെ, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഷിയർ ഫോഴ്സ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതും പോയിന്റ് ബൈ പോയിന്റ് വേരി ചെയ്യുന്നതാണ്. സോ സപ്പോർട്ട് റിയാക്ഷൻസ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ആർ വാട്ട് വി ആർ കൺസേൺഡ് അബൌട്ട്. ഓക്കെ, സോ ILD പഠിക്കുന്നതിന്റെ ഏറ്റവും ബേസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വെരി ഫസ്റ്റ് തിങ് ദാറ്റ് വി ലേൺ ഈസ് ടു ഡിറ്റർമൈൻ ദ ILDs for a simply supported beam. Okay, so it's very simple actually. It is perfectly derived from equilibrium equations. Okay, let's see how it is. പക്ഷെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ഒരു ചെറിയ റീക്യാപ്പ് ഞാൻ നടത്തുകയാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു റീക്യാപ്പ് അല്ലെങ്കിൽ റിവ്യൂ ദ സൈൻ കൺവെൻഷൻസ് ഇൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ നമുക്കറിയാം, ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ shear force and bending moment we consider either to the left or right of the section. ഒന്നെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ഒരു സെക്ഷന്റെ ലെഫ്റ്റിൽ കാണുന്ന എല്ലാ ലോഡിന്റെയും സമ്മാണ്, ആൾജിബ്രൈക് സമ്മാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റിൽ കാണുന്ന ലോഡിന്റെ സം. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ സെക്ഷന്റെ എയ്തർ ലെഫ്റ്റിൽ കാണുന്ന എല്ലാ മൊമെന്റ്സിന്റെയും സമ്മാണ് ബെൻഡിങ് മൊമെന്റ്, അല്ലെങ്കിൽ റൈറ്റിൽ കാണുന്ന എല്ലാ മൊമെന്റ്സിന്റെ സമ്മാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇതൊരു സെക്ഷൻ അല്ലെങ്കിൽ ബീമിന്റെ ഒരു പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അപ്വാർഡ് ആണെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിട്ട് എടുക്കാം. റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഡൗൺവാർഡ്സ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ട് എടുക്കാം. സിമിലർലി ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഡൗൺവാർഡ്സ് ആണെങ്കിൽ we consider that to be negative shear force. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അപ്വാർഡ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അതുപോലെ തന്നെയാണ് ബെൻഡിങ് മൊമെന്റിന്റെ കാര്യം. ബെൻഡിങ് മൊമെന്റ് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വി കൺസിഡർ ഇറ്റ് ആസ് എ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. സിമിലർലി റൈറ്റിലോട്ട് നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. സിമിലർലി നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്താൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. സിമിലർലി റൈറ്റിലോട്ട് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആക്ട് ചെയ്താലും ഇറ്റ് ഈസ് എ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഇതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ. ആക്ച്വലി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അത് നമ്മുടെ ഓരോ പേഴ്സന്റെ ഇഷ്ടമാണ്.
ഇത് ഓപ്പോസിറ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ദിസ് ഈസ് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് സോ ഫാർ ആൻഡ് ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ as well. ഓക്കെ, സോ ലെറ്റ് us begin. ആദ്യമേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിങ് എ പോയിന്റ് ലോഡ്. UDL ഉള്ള കേസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ വരാം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു 1 kN. നമ്മളെപ്പോഴും 1 kN ലോഡ് പോകുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസിന്റെ വേരിയേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാമെന്ന് വെച്ചു. എ തൊട്ട് ബി വരെ ഉള്ള പോയിന്റിൽ നിന്ന് 1 kN വെയിറ്റ് ഉള്ള ഞാൻ നടക്കുകയാണ്. ഓക്കെ, സോ അറ്റ് എനി പോയിന്റ് ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ലോഡ് നിൽക്കുന്നതും ബീമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മളുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ്, ഞാനും ഈ പോയിന്റ് നമ്മളുള്ള ഡിസ്റ്റൻസ് എക്സ്. എൻറ്റയർ സ്പാൻ അല്ലെങ്കിൽ ബീമിന്റെ ലെങ്ത് എന്ന് പറയുന്ന എൽ ലെങ്ത് ആണ്. സപ്പോർട്ട് റിയാക്ഷൻസ് VA ഉണ്ട്, VB ഉണ്ട്. ഓക്കെ, നൗ ഇക്വിലിബ്രിയം ഇക്വേഷൻ സോൾവ് ചെയ്ത് ഞാൻ VA യുടെയും VB യുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. സോൾവ് ചെയ്യുമ്പോൾ ഫ്രം Fy equal to 0 I have VA plus VB equal to 1. Sigma MA equal to 0 ചെയ്താൽ if I solve it I get ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് 1 kN എക്സ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, 1 into x മൈനസ് എൽ ലെങ്ത്തിൽ VB ആക്ട് ചെയ്യുന്നുണ്ട്. സോ മൈനസ് VB into L equal to 0. സോൾവിംഗ് ദിസ് ഗീവ്സ് മീ VB equal to x/L എന്നുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, നൗ VB കിട്ടിക്കഴിഞ്ഞാൽ VA കിട്ടും. VA equal to 1 minus x/L എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടി. ഫ്രം ദിസ് ഇക്വേഷൻ VB കിട്ടിയാൽ 1 minus VB ചെയ്താൽ I get VA. അപ്പോൾ നമുക്കിത് ഈ രണ്ട് ഇക്വേഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും VBയും VAയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിന്റെ ക്വാണ്ടിറ്റിയാണ്. എക്സ് എന്ന് പറയുന്നത് ലോഡ് നിൽക്കുന്ന പൊസിഷനാണ്, അല്ലെങ്കിൽ ഞാൻ നടന്ന് എവിടം വരെ എത്തി എന്നുള്ള ഡിസ്റ്റൻസിനെയാണ് ഈ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് എയിൽ 0 ആവും, ബിയിൽ L ആവും. ഇതിനിടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് എക്സിന് വേറെ വേറെ വാല്യൂസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസും ഞാൻ ഒന്ന് സെപ്പറേറ്റ് എടുത്ത് എഴുതുകയാണ്. VB ഈക്വൽ ടു VBനെ ആദ്യമേ കൺസിഡർ ചെയ്യണം x/L, അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി, ഈ പോയിന്റിലെ വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്. I am going to represent how it changes with x, the variation of x. അപ്പോൾ ഞാൻ A എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുമ്പോൾ x equal to 0, അപ്പോൾ VB will be 0 kN. ഓക്കെ, സിമിലർലി ഞാൻ നടന്ന് ബിയിലെത്തിയെന്ന് വെച്ചു. ഏറ്റവും അറ്റത്ത് എത്തിയെങ്കിൽ എക്സിന്റെ വാല്യൂ L ആവും. എക്സിന്റെ വാല്യൂ L ആയാൽ VB will be L/L, that will be 1 kN. ഓക്കെ, ഇനി അഥവാ ഞാൻ നടന്ന് പകുതി എത്തിയെന്ന് വെച്ചോളൂ, L/2 എന്നുള്ള ഡിസ്റ്റൻസിലാണ് എത്തിയെങ്കിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി വിൽ ബിക്കം L/2 divided by L, that gives me 0.5 kN. അപ്പോൾ നമുക്കറിയാം A തൊട്ട് B വരെ ലോഡ് മൂവ് ചെയ്യുമ്പോൾ VBയുടെ വാല്യൂ x/L ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലീനിയർലി ഡിക്രീസിങ് കർവ്. 1ൽ നിന്ന് സോറി ഇത് അതിൻ്റെ അല്ല, I will show it to you later. Anyway, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1ലോട്ട് മൂവ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് VBയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി ലെറ്റ് മീ കൺസിഡർ VA. VA means VA നമ്മളിവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു 1 minus x/L. ഓക്കെ, ഇവിടെ ആ ഫിഗർ ശ്രദ്ധിക്കേണ്ട, ഇതിന്റെ ടൈമിംഗ് തെറ്റിപ്പോയതാണ്. VA equal to 1 minus x/L. ഓക്കെ, സോ അവിടെയും ഞാൻ ഇവിടെ നേരത്തെ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യണം, അതായത് എയിൽ നിന്ന് ബി വരെ ഞാൻ നടന്നെത്തുന്ന സിറ്റുവേഷൻ. അപ്പം എയിൽ നിൽക്കുമ്പോൾ x equal to 0, ദാറ്റ് മീൻസ് VA will be equal to 1 kN. ഓക്കെ, സിമിലർലി നടന്ന് ഞാൻ ബിയിലെത്തിയാൽ x will be equal to L. അപ്പോൾ ആ പോയിന്റ് ഞാൻ എത്തുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി 0 kN ആയിട്ട് മാറും. സിമിലർലി നടുക്ക് മാത്രമേ എത്തിയുള്ളെങ്കിൽ VA will be equal to 0.5 kN. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, VAയുടെ വാല്യൂ x equal to 0യിൽ, അതായത് ആ സപ്പോർട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ മാക്സിമം ആകുകയാണ്. 1 kN എന്ന് പറയുന്ന മാക്സിമം വെർട്ടിക്കൽ റിയാക്ഷൻ ആകുകയാണ്. അതിങ്ങനെ നടന്ന് അറ്റത്തോട്ട് എത്തുമ്പോൾ അതിങ്ങനെ ഗ്രാജുവലായിട്ട് കുറഞ്ഞ് ഞാൻ ബിയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ബിയിൽ ഞാൻ നിൽക്കുന്ന പോയിന്റിൽ എത്തുമ്പോൾ എയിലെ സപ്പോർട്ട് റിയാക്ഷൻ 0 ആയിട്ട് മാറുകയാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇവിടെ 1 എന്ന വാല്യൂവിൽ നിന്ന് 0യിലോട്ടുള്ള ട്രാൻസിഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ ഓഫ് എ 1ൽ നിന്ന് 0യിലോട്ട് മാറുന്ന ഒരു ചേഞ്ച്, ലോഡിന്റെ പൊസിഷൻ മാറുന്ന അനുസരിച്ചുള്ള ആ ചേഞ്ചിനെയാണ് എന്താ പറയാ
ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ VA എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ലോഡ് ഈ എക്സ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എയുടെ വാല്യൂ ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും വെർട്ടിക്കൽ റിയാക്ഷൻ ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എൽ. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് അതിന് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് എ ജനറലൈസ്ഡ് ഇക്വേഷൻ ആൻഡ് എ ജനറലൈസ്ഡ് ഗ്രാഫ് ഹിയർ. ഓക്കെ, സിമിലർലി ഈ കാണുന്നൊക്കെ ഒന്ന് വായിച്ചു കളഞ്ഞോട്ടെ. യെസ്, ഓക്കെ. സിമിലർലി വിബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 0യിൽ നിന്നും 1ലോട്ട് ഇൻക്രീസ് ആകുകയാണ് എന്നാണ്. 0യിൽ നിന്ന് 1ലോട്ട് ഇൻക്രീസ് ആകുകയാണ്. അപ്പോൾ ഞാൻ എയിൽ നിൽക്കുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ ബി 0 ആണ്. ഞാൻ നടന്ന് ബിയിൽ എത്തുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ ബി അതിന്റെ മാക്സിമം ആയ 1ലെത്തുന്നു. അതായത് 0യിൽ നിന്ന് 1ലോട്ട് ഗ്രാജുവലി അല്ലെങ്കിൽ ലീനിയർലി ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഇൻക്രീസ് ഈസ് ഡിപിക്റ്റഡ് ബൈ എക്സ് ബൈ എൽ. ഓക്കെ, സോ ആൻഡ് ദ കർവ് വിൽ ബിക്കം ലൈക്ക് ദിസ്. 0 വാല്യൂ ഇവിടെ നിന്ന് ഇവിടെ 1 എന്നുള്ള ഹയർ ലിമിറ്റ് വരെ എത്തുകയാണ്. അപ്പോൾ ലോഡ് ഞാൻ നടന്ന് ഈ എക്സ് എന്ന പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയത്തെ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി എന്ന് പറയുന്നത് ഈ ഓർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. സോ ദിസ് റെപ്രസെന്റ്സ് ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഓർ ദ ഇൻഫ്ലുവൻസ് ലൈൻ ഓർ ദ ILD ഫോർ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Influence line diagram for a particular quantity. For example, influence line diagram for VA, vertical reaction at A. Upon influence line diagram for a particular quantity shows or depicts the change in that particular value when the load or when the unit load, when the 1 kilonewton unit load moves from the ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള യാത്രയിൽ അല്ലെങ്കിൽ ലോഡിന്റെ യാത്രയിൽ ഓരോ ക്വാണ്ടിറ്റിക്കും വരുന്ന മാറ്റത്തെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ അറ്റ് ബിയും റിയാക്ഷൻ അറ്റ് എയും കണ്ടുപിടിച്ചു. ഇനി വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ,